പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ ഉറക്കഴിച്ച് 5 മണിക്കൊക്കെ വെള്ളം കടക്കണം. ഇവിടെ നോക്ക്. പരിസരവാസികൾ ഉണർന്നെണീറ്റപ്പോൾ കണ്ടതാണ് ഈ അദ്ഭുത നീരുറവ. അറിഞ്ഞവർ ഈ സന്തോഷ വാർത്ത നേരിട്ടും ഫോണിലൂടെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിപ്പിലൂടെ എത്തിക്കും മുമ്പ് തന്നെ കേട്ടറിഞ്ഞ ചില വിദേശികളും കാഴ്ചക്കാരായി എത്തിത്തുടങ്ങി. കുറേ കഴിഞ്ഞാണ് അറിയാൻ കഴിഞ്ഞത് ഇത് പ്രകൃതി സമ്മാനിച്ച പാലരുവിയല്ല, പിന്നെയോ നെയ്യാറ്റിങ്കര വാട്ടർ അതോറിറ്റിയുടെ നൂതന ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണ്. എന്തെന്നാൽ വഴിയരികിൽ പൊട്ടിയൊലിക്കുന്ന വെള്ളത്തെ ഭൂഗർഭ ചാലുകളിലൂടെ നെയ്യാറിലെത്തിക്കുകയും അതുവഴി അറബിക്കടലിൽ ലയിപ്പിച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലൂടെ വീണ്ടും നെയ്യാറ്റിൻകരയിലെത്തിച്ച് ജനങ്ങളെ വെള്ളം കുടിപ്പിക്കുന്ന നെതർലാൻഡ് വിദ്യ. ഇത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നാട്ടുകാരുടെ അഭിപ്രായങ്ങളിലേക്ക്. വെള്ളം പോണണ്ട കണ്ടില്ല. സതീശനെ കൊണ്ട് രാവിലെ 5:30 മണിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഈ ഓടെ നോക്ക്, അവിടെ നോക്ക്, അല്ല ഓഫ് ചെയ്യൂടെ ഒന്ന്. 5:30 മണിക്ക് സതീശനെ കൊണ്ട് വിളിച്ച് പറഞ്ഞു അവിടെ നോക്ക്, ഒരു ഫുഡ് വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടുന്നില്ല, പൈപ്പ് പൊട്ടിക്കിടക്കുകയാണ്. ഇവിടെ നിന്നാണെങ്കിൽ അങ്ങനെ താഴെ നോക്ക്, ഇവിടെ അഴിയാൻ പോലുമില്ല, താഴെ നോക്ക്. ബാ 5:30 മണിക്ക് വിളിച്ച് പറഞ്ഞാണ്. അതുപോലെ ഇവിടെ വാൽവുണ്ട്, ആ വാലടച്ചാൽ മതിയായിരുന്നു ഈ വെള്ളം ഇങ്ങനെ പോകുന്നത്. പിന്നെ എന്ത് പമ്പ് ചെയ്യുന്നത്? 5:30 മണിക്ക് സതീശൻ 5:30 മണിക്ക് പറഞ്ഞ് സതീശൻ്റെ പറഞ്ഞിട്ട് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പമ്പ് ഹൗസ് വിളിച്ച് അവിടെ പറഞ്ഞ് ഫിൽറ്റർ പോയിന്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ പറഞ്ഞ് രാവിലെ 5:30 മണി, ഇപ്പം മണി വൈകിട്ട് 5 12 മണിക്കൂർ പമ്പ് ചെയ്ത വെള്ളമാണ് ഈ പോണത്. അതും ശുദ്ധീകരിച്ച വെള്ളം. 28 പൈസ ആവുമെന്നാണ് 1 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം പോയി? നമുക്ക് വീട്ടിലൊന്നും വെള്ളമില്ല. രാവിലെ ഇവിടെ വെള്ളം എടുത്തോണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, കാരണം വെള്ളം നാറുന്ന ചെളി കളഞ്ഞില്ല. ഒരു എന്ത് ഇപ്പം രാത്രി അവർ പോവും, നാളെ അവധി മറ്റന്നാൾ അവധി വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞുതരാം. പറഞ്ഞത് ഈ ഉത്തരവാദിത്വം ഇതാണ് എന്നെടുക്കാൻ. ഇപ്പൊ ഒരു വീട്ടിലും വെള്ളമില്ല, വെള്ളങ്ങളില്ല. മുകളിലോട്ടുള്ളവർക്കും കാരണമില്ല, താഴെ കിടക്കുന്നവർക്കും നൂലുമല്ല വരണുണ്ട്. അല്ലെങ്കിൽ ഇതല്ല സർക്കാരിന്റെ വെള്ളമല്ലേ ഈ പോണത്. അവസാനം എല്ലാരും പൈസ നമ്മളെ പോലുള്ള പാവങ്ങളിൽ നിന്ന് പിടിക്കും പൈസകൾ. എപ്പോഴേ പോണു വെള്ളങ്ങൾ ഇങ്ങനെ പാട തുറന്നു വിട്ടത് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 5:30 മണിക്ക് മുമ്പേ തുടങ്ങിയത്, പാതിരാത്രിക്കേറ്റ പൊട്ടിയതാണെന്ന് തോന്നുന്നു. നമ്മൾ രാവിലെ ഉറക്കഴിച്ച് 5 മണിക്കൊക്കെ വെള്ളം കടക്കണം. 5:30 മണിക്ക് പോയപ്പോൾ പൊട്ടി വെള്ളം വെളിയിലോട്ട് വെള്ളമൊക്കെ വാടകയിൽ പോയി.